ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. യെസ്, ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ലുക്ക് മാറിയോ എന്നൊരു സംശയമുണ്ട്. എന്നാലും ലുക്കിലല്ലല്ലോ കാര്യം, വർക്കിലാണല്ലോ. എന്തായാലും കുഴപ്പമൊന്നുമില്ലല്ലോടാ. അപ്പം ഞാൻ അതിനല്ല വന്നത്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഡെസിമൽ ഫോംസ് അഥവാ ദശാംശ രൂപങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ നിന്നും ഉറപ്പായിട്ടും ചോദിക്കുന്ന പക്ഷെ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യം ഡിസ്കസ് ചെയ്യാനാണ്. അപ്പോൾ വന്ന് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പൊന്നാര മക്കളോടൊക്കെ ഞാൻ പറയാം, താഴെ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം. അതുപോലെ തന്നെ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഞാൻ താഴത്ത് വരാം. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടോ, എന്തൊക്കെയാ വിശേഷങ്ങൾ, ടെൻഷൻ ഉണ്ടോ? മാത്സ് പരീക്ഷയ്ക്ക് ഒരുപാട് പേർക്ക് ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ പറയാം എന്താണ് ക്വസ്റ്റ്യൻസ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നൊക്കെ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ സാർ ഇട്ടുതരുന്നുണ്ട്, PDF ആയിട്ടൊക്കെ ഇട്ടുതരുന്നുണ്ട്. സാറിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊക്കെ വന്നിട്ട് ചെയ്തെന്ന് വെച്ചിട്ടോ. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇട്ട് തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പം തൽക്കാലം ഞാൻ എന്ത് ചെയ്യാം, വീഡിയോസ് ആയിട്ട് ഇട്ട് തരണം കേട്ടോ. ഓക്കെ, അടിപൊളി. ഇപ്പം തൽക്കാലം ഞാൻ ഒരു ചോദ്യം കാണിച്ചുതരാം നിങ്ങൾക്ക്. ഇത് അടിപൊളി ക്വസ്റ്റ്യനാണ്. പല കുട്ടികളും ഈ ചോദ്യം ചോദിക്കുമോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ 1/3 ഇത് മുഴുവൻ ചെയ്യുന്നൊന്നുമില്ല, നമ്മൾ ഒന്ന് രണ്ടെണ്ണം ചെയ്ത് നോക്കാം. എന്നിട്ട് എന്ത് ചെയ്തുതരാം, നമുക്ക് ഒന്ന് രണ്ടെണ്ണം നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാവേ. ഫോർ ഈച്ച് ഓഫ് ദ ഫ്രാക്ഷൻസ് ബിലോ റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് എ ഫ്രാക്ഷൻ വിത്ത് ഡിഫറൻസ് ലെസ് ദാൻ 1/1000. ലെസ് ദാൻ 1/1000. ചുവടെ ഓരോ ഭിന്നസംഖ്യയുമായുള്ള വ്യത്യാസം 1/1000 കുറവായ ഒരു ഭിന്നസംഖ്യയുടെ ദശാംശ രൂപം. ഞാൻ നിങ്ങളോട് ആദ്യം പറയട്ടെ, 1/3 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 1/3 1/3 മാറ്റാനാണ് ഇവർ പറഞ്ഞത്. ഈ 1/3 എങ്ങനെ മാറ്റാൻ അറിയോ? ഇതേ 1/3 എഴുതുക. ഇവിടെ ചോദ്യം ഒന്ന് നോക്കണം. 1/1000 കുറവായി എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അതായത് 1/1000 കുറവാ ഡിഫറൻസ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, 1000 ആണല്ലോ നമ്മൾ താഴത്തുള്ളത്. അതുകൊണ്ട് തന്നെ 1000 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെയും 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതേ 1000 ഇവിടെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കണ്ടോ, ഇത് ശരിക്കും ഒരു 3 ഇക്വേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ 3 ഇക്വേഷൻസ് 3 സമവാക്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കേണ്ടതില്ല. ഇവിടെ 1000 എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ 1/10 2/10 3/10 എന്നോ 1/10 1/1000 1/10,000 അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ 1/100 അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ 3 ഇക്വേഷൻസോ 4 ഇക്വേഷൻസോ ഒക്കെ ഉണ്ടാക്കേണ്ടി വരും. ഇപ്പം നിങ്ങൾ 1000 എന്ന് കണ്ടുകൊണ്ട് 1000 കൊണ്ട് തന്നെ ഗുണിക്കുക കേട്ടോ. സോറി, ഇവിടെ 1000 അല്ല, 1000 കൊണ്ട് ഗുണിക്കുക മുകളിലും താഴത്തും. ഇനി എന്താ ചെയ്യേണ്ട അറിയോ? ഇത് 1000 ആണ്. അതുകൊണ്ട് ഇനി എന്താ ചെയ്യാൻ അറിയോ? ഈ 1 നേരെ ഈ 1000 പേരാക്കി എടുക്കാം. ഞാൻ അവസാനം വരെ എൻ്റെ കൂടെ വേണേ നല്ലത് തിരിയത്തുള്ളൂ കേട്ടോ. 1/3 ആരും ഇതു ഈ 1 ഈ 1000 ഒരു പേരാക്കി എടുത്തു. 1/1000 ഇൻറ്റു ആണല്ലേ നടുക്ക്. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും ക്രോസ് ആക്കിയിട്ട് എടുത്തേ. 1000 / 3 അപ്പോൾ 1/1000 കൊടുത്തു, അതേപോലെ 1000 / 3 കൊടുത്തു. ഇത് രണ്ടും എടുത്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? എടാ, ഈ 1000 / 3 എന്ന് പറയുന്ന സാധനം മാത്രം അങ്ങോട്ട് എടുത്തേ. എന്നിട്ട് 1000 എത്ര 3 ഉണ്ട് നോക്കുക. 1000 എത്ര 3 ഉണ്ട്, ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക. മിക്സഡിലേക്ക് മാറ്റുക, മിശ്ര ഭിന്നസംഖ്യയിലേക്ക് ഒന്ന് മാറ്റിക്കുക. 1000 എത്ര 3 ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം 1000 എത്ര 3 ഉണ്ട്. 333 ആയിരിക്കും അല്ലേ. അത് 993 ഒറ്റടിക്കാൻ ചെയ്താ കേട്ടോ 1. അപ്പോൾ ഇത് നിങ്ങൾ മിശ്രത്തിലേക്ക് എങ്ങനെ മാറ്റുക? ഈ 333 ആദ്യം എഴുതണേ. 333 എഴുതുക. ഈ 1 പിടിച്ചിട്ട് എവിടെ കയറ്റുക? മുകളിൽ കയറ്റുക. ഒന്ന് മുകളിൽ കയറി ഈ 3 പിടിച്ചിട്ട് എവിടെ ഇറക്കുക? താഴത്തിറക്കുക. ഇതാണ് ഇതിന്റെ മിശ്ര ഭിന്നസംഖ്യ. അപ്പൊ ഇനി ഇയാൾക്ക് പകരം ആരെ എഴുതണ്ടേ? ഈ മിശ്ര ഭിന്നസംഖ്യ എഴുതണ്ടേ. ഞാനൊന്ന് എഴുതി തരാം. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും അടുത്തല്ലേ, എന്താ ചോദിച്ചിരിക്കുന്നത്? 1/3 താഴെ തന്നിട്ടുണ്ട്, എല്ലാം ചെയ്യണം. അപ്പോൾ ഓരോന്നാ ചെയ്യുന്നത്. 1/3 1/1000 കുറവായ ഭിന്നസംഖ്യ എന്താ പറഞ്ഞത്? അതുകൊണ്ട് 1000 ഇൻറ്റു ചെയ്തു. ഇവിടെ ഒരു പേരാക്കി, ഇവിടെ ഒരു പേരാക്കി. എന്നിട്ട് ഈ സാധനത്തിന് രണ്ടാമത് കിടക്കണവനെ നമ്മൾ എന്ത് ചെയ്തു? മിക്സറാക്കി. ഇനി ഇയാൾക്ക് പകരം എഴുതേണ്ടത് 1/3 = 1/1000 ഇൻറ്റു 3 3 3 1/3. ഇവിടെ പ്ലസ് ഉണ്ടാവും കേട്ടോ. ശരിക്കും ഇവിടെ ഒരു പ്ലസ് ഉണ്ടാവും കേട്ടോ. എഴുതിയാലും എഴുതിയില്ലെങ്കിലും അവിടെ പ്ലസ് ഉണ്ട് എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇയാൾക്ക് പകരം ഒരേ പുളിത, ഇയാൾക്ക് പകരം ആര് വന്ന് കയറി? ഇയാൾ വന്ന് കയറി. ഇനി ഇയാൾ എന്ത് ചെയ്യുക? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല, ഇവിടുന്ന് പുറത്തുള്ളത് ഉള്ളിലുള്ളതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാം. കണ്ടോ, ഇയാളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഞാൻ അടുത്ത പേജിൽ ചെയ്ത, ഇവിടെ സെലല്ല കേട്ടോ. ഞാൻ അടുത്ത പേജിൽ ചെയ്താവേ. 1/3 = 1/1000 ഇൻറ്റു 1/1000 ഗുണിക്കണം 333. അപ്പോൾ 1/1000 ഇൻറ്റു 333 പ്ലസ്
അടുത്തത് അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും പ്ലസ് ചെയ്തേ, ഇവിടുന്ന് ഇങ്ങോട്ട് കണ്ടോ എന്ത് സുഖമുണ്ട് അല്ലേ. എടാ ആദ്യമല്ലേ ഇയാൾക്ക് കൊടുക്കാം, അപ്പം കൊടുത്തു, എവിടെ ഇതാ കൊടുത്തു. ഇനി ഇയാളല്ലേ ഇയാൾക്ക് കൊടുക്കാം, 1/1000 ഇൻറ്റു 1/1000 ഇൻറ്റു 1/3. ഇതങ്ങോട്ട് ഗുണിച്ച് എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യുക, മുകളിലുള്ള സംഖ്യകൾ ഗുണിക്കുക, ഇത് ഗുണിച്ച് 1 × 333 അതങ്ങോട്ട് ഗുണിച്ചേക്കാം കേട്ടോ. അപ്പോൾ 1/3 = ഇത് ഗുണിച്ചാൽ 333 ഡിവൈഡഡ് ബൈ 1000 പ്ലസ് അതുപോലെ ഇത് നേരെ ഗുണിച്ച് 1 1 1 100 3 300 അപ്പോൾ 1/300 അല്ല 100 3 3000 1000 × 3 ഇയാൾ എവിടെയോ പറയും 1000 × 3 നേരെ ഗുണിക്കണം കേട്ടോ 3000. ഇതാ കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടടാ, ഇതേ കണ്ടോ 1/1000 ഡിഫറൻസ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ പിടിച്ച് കണ്ടോ, ഇയാളെ 1/1000 എന്ന് ഇവിടെ പ്രത്യേകം പറഞ്ഞു, ഇയാളെ എന്ത് ചെയ്യാം നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം. അയാളെ നമുക്ക് എന്ത് ചെയ്യാം, അയാളെ നമുക്ക് ഇവിടുന്ന് പിടിച്ചിട്ട് ഇപ്പുറത്തേക്ക് ഇടാം. എവിടേക്ക്, ഇപ്പുറത്തോട്ടിടാം. ഇയാൾ ഇവിടുന്ന് പോകുമ്പോൾ എന്താവും, മൈനസ് ആവും. 1/3 മൈനസ് 333 ഡിവൈഡഡ് ബൈ 1000 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3000. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതാ ഉത്തരായി. ഏതാന്ന് ചോദിച്ചാൽ ഇതാ ഈ സാധനം കണ്ടോ, ഞാൻ ഈ മഞ്ഞ കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ സാധനം, ഏറ്റവും കുറവായ ഭിന്നസംഖ്യ എന്താ ചോദിച്ചത്, ചോദ്യം നോക്ക്. ഭിന്നസംഖ്യയുടെ ദശാംശ രൂപം എന്ത് എന്നല്ല ചോദിച്ചത് മക്കളെ. ഈ സാധനം മാത്രം ഇതുവരെ എഴുതി കഴിഞ്ഞതിന് ശേഷം ആ 1000 വരുന്ന സംഖ്യ മാത്രം എഴുതിക്കോ. 3 അല്ലല്ലോ 333/1000. ഇതിന്റെ ഡെസിമൽ എങ്ങനെ കാണാം, ഓരോന്നും പൂജ്യങ്ങളും ആണെങ്കിൽ മുകളിലുള്ള നമ്പർ എഴുതുക. അതൊക്കെ ഞാൻ പഠിപ്പിച്ചതാണ് കേട്ടോ മക്കളെ, പഠിച്ചു വെക്ക്. താഴത്തെ ഓരോന്നും പൂജ്യങ്ങളും കണ്ടാലേ ഈ മുകളിലുള്ളത് എഴുതാം, മുകളിലുള്ളത് അതേപോലെ എഴുതാം. എന്നിട്ട് ഇതാ 3 0 ഉണ്ട്, അപ്പം 3 സ്ഥാനം മാറ്റി 1 2 3 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇടാം, 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക. അതേ നമ്മുടെ ഉത്തരം 0.3333. ഇതാണ് പരിപാടി. ഇതെന്താണ് ഇതിന്റെ ഉത്തരം ഇങ്ങനെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ 1/3ന്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ആ ഫ്രാക്ഷൻ ആണ് ഇത്. ഓക്കെ, ആ 1000 ആയിട്ടുള്ള ഇതിന് എന്ത് വരുന്നു, 1000 ആയിട്ട് വരുന്ന ആ സാധനമാണ് എന്ത്, അതിന്റെ നിയറസ്റ്റ് ഏറ്റവും അടുത്ത് എന്നൊക്കെ പറയും എന്ത് ഫ്രാക്ഷൻ, അതിന്റെ ഡെസിമൽ, അതിന്റെ ദശാംശമാണ് ഇത്. അപ്പൊ ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക. നമുക്ക് ഒരു ചോദ്യം കൂടെ ചെയ്തിട്ട് അത് ക്ലിയർ ആക്കിയാലോടാ. ഒരു ചോദ്യം കൂടെ ചെയ്താൽ സാർ എന്ത് ചെയ്തു തരും, അത് ക്ലിയർ ആക്കി തരാം കേട്ടോ. അപ്പൊ 1/3 ചെയ്തു, അടുത്തത് 1/6. നേരത്തെ അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ 1/6 സാർ വേഗം ചെയ്യുന്നുണ്ടേ. ശരിക്കും 3 ഇക്വേഷൻസ് ചെയ്യണമെന്നുണ്ട്, അത് വേറെ ചോദ്യമാണ്, ഞാൻ വേറെ തരുന്നുണ്ടേ. 1/6 ആണ് ഞാൻ അടുത്ത ചെയ്യുന്നത്. അതേപോലെ 1/6 ചെയ്ത 1000 ആണ്. ആ 1/1000 പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചോദ്യത്തിൽ അല്ലേ. നോക്ക് കുഞ്ഞോനെ, ഇവിടെ നോക്ക്, 1/1000 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, 1000 കൊണ്ട് ഇവിടെയും ഗുണിക്കുക, അതേ 1000 കൊണ്ട് മുകളിലും ഗുണിക്കുക. അടുത്ത സ്റ്റെപ്പ് എന്താ നിങ്ങൾ പറ. 1/6 എടുത്തു, അതേ 1000 മുകളിലും തായും ഗുണിച്ചു, പെയർ കണ്ടോ. ഇവിടുന്ന് ആ 1/6 അതേപോലെ എഴുതണേ. ഇത് ഇങ്ങോട്ട് പെയർ എടുക്കാം. ആര് 1/1000 ഇൻറ്റു, അതുപോലെ ഇത് ഇങ്ങോട്ട് പെയർ എടുക്കാം 1000/6 ഒരേ പുളി. അടുത്ത സ്റ്റെപ്പ് എന്താ, ഫസ്റ്റ് സ്റ്റെപ്പ് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് പെയർ ആക്കുക. പെയർ പറഞ്ഞാൽ നേരെ ക്രോസ് പെയർ ആക്കുക അല്ലെ. തേർഡ് സ്റ്റെപ്പ് എന്താന്ന് ചോദിച്ചാൽ ഇയാളെ മുറിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതായത് മിക്സർ ഫ്രാക്ഷൻ ആയിട്ട് എടുക്കുക. ഒരേ പുളിയായിട്ട് പറഞ്ഞ് 1000/6 എങ്ങനെയാണ് ഇതാ 1000 എത്ര 6 ഉണ്ട് നോക്കണമെങ്കിൽ ഒരു 6 10 എത്ര 6 ഉണ്ട്, 1 1 6 6 40 അല്ലേ. ഞാൻ സ്പീഡ് പറയുന്നുണ്ടല്ലേ. നമുക്ക് 10 6 1 1 6 6 10 6 പോയാൽ 4 0 ഇറക്കി 40 40 എത്ര 6 ഉണ്ട്, 6 6 36 ഉണ്ട് അല്ലേ. 36 ആണ്. അപ്പൊ 6 ആണല്ലോ, 6 6 36. അതുപോലെ അടുത്തും ചെയ്തോ, 40 36 പോയാൽ 4 0, ഈ 0 നേരെ ഇറക്കിയതാ 0. 40 എത്ര 6 ഉണ്ട്, വീണ്ടും 6 6 6 36 4. ഇനി എങ്ങനെ മിക്സഡിലേക്ക് മാറ്റാം. ഇതേ കണ്ട കുഞ്ഞോനെ, ഈടെ ഈ മണ്ടയിലുള്ള സാധനമാണ് ആദ്യം ഇതുണ്ട് 166. ഈ താഴത്തുള്ള 4 ആണ് പിന്നെ എഴുതേണ്ടത് മുകളിൽ. ഈ മുകളിൽ ഡിവൈഡ് ചെയ്ത നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ഈ 4/6 നമുക്ക് ചെറുതാക്കൊക്കെ ചെയ്യാം. 4ന്റെ പകുതി എത്രയാടാ, 2 ആണ്. അതുപോലെ തന്നെ 6ന്റെ പകുതി എത്രയാടാ, 3 ആണ്. ഇങ്ങനെ ചെയ്താ തെറ്റൊന്നുമില്ല കേട്ടോ. 4ന്റെ പകുതി 2 ആണ്, 6ന്റെ പകുതി 3 ആണ്. നേരെ എടുക്കാം. അപ്പൊ ഈ 166 2/3 ഇവിടെ ഇരിക്കും. ഇതല്ല, ഇയാൾക്ക് പകരം ഇത് ആർക്ക് പകരം, ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ മഞ്ഞ കളറിൽ കൊടുത്ത ഇയാൾക്ക് പകരം
ഇനി ഇത് എഴുതണം കേട്ടോ. അതായത് ഈ സാധനം ഇവിടെ കൊടുക്കും. അപ്പം എങ്ങനെ എഴുതുക നമ്മൾ? കണ്ടോ 166 പ്ലസ്, കണ്ടോ അവിടെ പ്ലസ് വരുന്നുണ്ട് കേട്ടോ. നോക്ക് ഇവിടെ പ്ലസ് ഉണ്ടാവും. 2/3 ഒരേപൊടി 2/3 സെറ്റ്. സെറ്റ്. ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ? ഇനി എന്ത് ചെയ്യാനാ? പുറത്തുള്ള ആളെ ഉള്ളിലുള്ള 2 പേരെ കൊണ്ട് ഗുണിക്കുക. ഇതാ പരിപാടി. അപ്പം അടുത്ത പേജിൽ ഞാൻ എഴുതുന്നുണ്ടേ. ഇതാ 1/6 അതേപോലെ എഴുതി. ആദ്യം പുറത്തുള്ള ആ 1/1000 166 കൊടുത്തു. അപ്പോൾ 1/1000 ഇൻറ്റു 166 പ്ലസ് അതേപോലെ ആ 1/1000 ആർക്കും കൊടുക്കണം? ഈ 1/1000 അടുത്ത് 2/3 കൊടുത്തു. 1/1000 അത് 2/3 കൊടുത്തു. 1/1000 166 കൊടുക്കണം. അതേപോലെ 1/1000 2/3 കൊടുക്കണം. അതായത് 2 ആൾക്കും കൊടുക്കണം. ഇനി എങ്ങനെയാ അത് മൾട്ടിപ്ലൈ ചെയ്യുക? ഈ 1നെ ഈ 166 കൊണ്ട് ഗുണിക്കുക. ഇതൊക്കെ അതേപോലെ എഴുതിക്കൊള്ളണേ. 1 × 166 166/1000. ഏകദേശം ഉത്തരം കിട്ടി വരുന്നുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഇതാ 1 × 2 നേരെ ഗുണിക്കാനേ പാടുള്ളൂ കേട്ടോ. ഒരിക്കലും ക്രോസ് ചെയ്യരുതേ. അപ്പൊ 2 അതേപോലെ 1000 × 3 3000. കേട്ടാ മോനെ, ഞാൻ പറഞ്ഞിരുന്നു 1000 1/1000 ആണ് ഇവിടെ ചോദ്യം തന്നതുകൊണ്ട് തന്നെ ആ 1000 ഉള്ള ആ ചെങ്ങായിനെ പിടിച്ചിട്ട് എവിടേക്ക് ഇടണം? നമുക്ക് 1/6 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 1/6 ഇട്ട് കൊടുക്കാം. കാര്യം ചോദ്യം 1/6 ആണ്. ആ 1/6 ഏറ്റവും അടുത്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 1/6 ഏറ്റവും അടുത്ത് 1/1000 ഏതാ വരുന്നത്? ഇതാണ്. അപ്പോൾ അത് ഇങ്ങോട്ട് ഇടുമ്പോൾ മൈനസ് ആവും. 1/6 മൈനസ് 166/1000. ഇതാണ് അപ്പുറത്തുള്ള നിങ്ങൾ എന്ത് ചെയ്യണ്ട, ജസ്റ്റ് ചെയ്തേക്ക്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഏറ്റവും അടുത്ത് വരുന്നത് 166/1000. ആ 1000 വരുന്നത് എടുക്കാവൂ കേട്ടോ. കാര്യം ഇവിടെ 1000 എന്ന് പ്രത്യേകം ചോദ്യത്തിൽ പറഞ്ഞതുകൊണ്ട് 1000 വരുന്നത് മാത്രമേ നിങ്ങൾ എടുക്കാവൂ. അപ്പൊ 1000 വരുന്ന ആ സാധനം ഏതാ? 166/1000. ഇതെങ്ങനെയാ മാറ്റുക? ഡെസിമലിലേക്ക്, ദശാംശത്തിലേക്ക്. എൻ്റെ പൊന്നാര മോനെ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞാണ്, ഓരോ 1ഉം 0കളും കണ്ട നിങ്ങൾക്ക് ഈ മുകളിലുള്ള സംഖ്യ 166 ഇതാം. പക്ഷെ ഇവിടെ എത്ര 0 ഉണ്ട്? 1 2 3 3 0. 1 2 3 3 0 ഉണ്ട്. അപ്പൊ 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇടാം. 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇടാം. അതേ നമ്മുടെ ഉത്തരം. ഇങ്ങനെ ഇപ്പൊ ഉത്തരം 0.166. സാർ ഇതിന് അവിടെ കുത്തുകുത്തിട്ടെന്ന് ചോദിച്ചാൽ നിങ്ങളൊരു കാര്യം പറയട്ടെ. ഇത് 1/1000. ഇത് ഒരിക്കലും ഇതിന്റെ അടുത്ത് വരുന്നുണ്ട് എന്നേ ഉള്ളൂ. അതായത് 1/6 ഏറ്റവും അടുത്തുള്ള 1000 മീൻസ് അടുത്തുള്ള ഇതാണ്. ശരിക്കും 1/6 ഒരു എക്സാക്ട് ആയിട്ടുള്ള ഒരു ഡെസിമൽ ഫോം, ദശാംശ രൂപം അല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1/2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അര 0.5 ആണ്. കറക്റ്റ് 0.5. പക്ഷേ ഈ 1/6 കൃത്യമായിട്ടൊരു ഡെസിമൽ ഫോം ഇല്ല. അതിങ്ങനെ തുടർന്ന് പോകും. ആ തുടർന്ന് പോകുന്ന സാധനമാണിത്. 0.1666 അങ്ങനെ പോകും, ഒരു അന്ത്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ കുത്തിട്ടത്. അപ്പൊ നിങ്ങളിപ്പോൾ അതൊന്നും ചിന്തിക്കേണ്ട. ഈ കുറച്ച് സ്റ്റെപ്പുകളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഈ സ്റ്റെപ്പ് എന്താ? ഞാൻ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് തരാം. പെട്ടെന്ന് കേട്ടോ. 1000 കൊണ്ട് എന്ത് ചെയ്തു? 2 ഭാഗവും ഗുണിച്ചു. 1000 ആണ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ക്രോസ് ആയിട്ട് പെയറാക്കി. ക്രോസ് പെയറാക്കി. ഈ ക്രോസ് പെയർ ആക്കിയതിൽ ഈ 1000/6 നമ്മൾ മുറിച്ചു. മിക്സഡ് അല്ലെ, കഷ്ണാക്കി. കണ്ടോ? എന്നിട്ട് ഈ 1/1000 2 പേർക്കും കൊടുത്തു. കണ്ടോ? ആ കൊടുത്തത് തമ്മിൽ ഇൻറ്റു ചെയ്തു. ഒരേപോലെ ഇൻറ്റു ചെയ്തു. കണ്ടോ? ഇൻറ്റു ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. എന്നിട്ട് 1000 താഴത്ത് വരുന്നതിന് 10. സിമ്പിളാണ്. 4-5 സ്റ്റെപ്പേ ഉള്ളൂ. സ്റ്റെപ്പ് വൃത്തിയിൽ എഴുതി പഠിക്കുക. എന്നാലേ അത് തിരിയുള്ളൂ. പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം കാണാൻ ചോദിച്ചിട്ടുള്ളതാണ്. കാര്യം കഴിഞ്ഞ കൊല്ലം 9ാം ക്ലാസ്സുള്ള ചാപ്റ്റർ ആയിരുന്നു കേട്ടോ അത്. അപ്പൊ അടിപൊളിയായിട്ട് നമ്മൾ ഉഷാറായിട്ട് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ താഴെ കമൻസിൽ ഇതിടണം, അഭിപ്രായങ്ങൾ ഇടണം. കാര്യം നിങ്ങളുടെ കമൻസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് സാറ്. അപ്പം ഞാനും വരാം കമൻറ്റ് സെക്ഷനിൽ. അപ്പം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇതും തരാം, റീപ്ലേയും തരാം. അപ്പോൾ ഉഷാറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ഇടണം കേട്ടോ. ലൈക്ക് അടിക്കാത്തവരൊന്ന് ലൈക്ക് അടിച്ച് നിങ്ങളെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പരീക്ഷയ്ക്ക് കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ID നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് അയച്ചിട്ട് പറയുക എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറയുക. പരമാവധി ഞാൻ റീപ്ലൈ തരാൻ നോക്കാം. പിന്നെ PDF ഒക്കെ ഞാൻ മാക്സിമം സെറ്റ് ചെയ്തിട്ട് ഇതിലൂടെ ഇട്ടും തരും ചെയ്യാം കേട്ടോ. ഓക്കെ, ഒരേപോലെ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. വീണ്ടും പറയാണ്, ലൈക്ക് അടിക്കാൻ മറന്നു ഷെയർ ചെയ്യാൻ മറന്നു ഫ്രണ്ട്സിനും കൂടെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. ഫീഡ്ബാക്ക് ഇടാം പ്രത്യേകം. കാര്യം നിങ്ങൾക്ക് കിട്ടുന്ന ഒരേ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്കാണ്. അടിപൊളിയായിട്ട് അത് ഇട്ടേക്കാം. അപ്പോൾ വീണ്ടും കാണാം. ബൈ.